മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അല്ല, ഇത് ആരൊക്കെയായി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത്? നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നടന്റെ മകനായിട്ടുള്ള ദുൽഖർ സൽമാൻ രംഗത്തെത്തിയിരിക്കുന്നു. ദുൽഖർ സൽമാൻ റഫേലേക്ക് കണ്ണു നട്ടിരുന്നതിന് ശേഷം ഇപ്പൊ കണ്ണു തുറക്കുന്നത് ഡൽഹിയിലേക്കാണ്, കോക്രോച്ച് ജനതാ പാർട്ടിയെ കാണാനാണ്. ദുൽഖർ സൽമാൻ മാത്രമല്ല, വിദേശ രാജ്യത്ത് നിന്ന്, അമേരിക്കയിൽ നിന്ന് നമ്മുടെ രാജ്യവും കാനഡയുമായി ബന്ധപ്പെട്ട് വിഷയമുണ്ടായ സമയത്ത് കാനഡക്കൊപ്പം നിന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞ ഭീകരവാദിയായിട്ടുള്ള തീവ്രവാദിയായിട്ടുള്ള ഗുർബത്വത് സിംഗ് പന്നൂരും ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. CJPയുമായിട്ട് വലിയ കണക്ഷനെ കുറിച്ചാണ് പന്നൂൻ വിളിച്ചു പറയുന്നത്. എന്താണ് പന്നൂൻ പറയുന്നത് എന്നും നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നെസ്ലിനൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. പുതുമുഖ നടനാണ് ടൊവിനോ തോമസ്. അങ്ങനെ സിനിമാ മേഖലയിൽ നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. മലയാളികളാണ് ബഹുഭൂരിപക്ഷം ഇവരുടെയൊക്കെ സിനിമ കണ്ട് വിജയിപ്പിക്കാറുള്ളത് എന്നുള്ളത് മറ്റൊരു വലിയ യാഥാർത്ഥ്യമാണ്. മലയാളികളുടെ വിഷയത്തിൽ ഈ നടന്മാരെ ഒന്നും നമ്മൾ ആരും കാണാറില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ഏതായാലും ആദ്യം തന്നെ ദുൽഖർ സൽമാൻ എന്താണ് വിളിച്ചു പറഞ്ഞത് എന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ജന്തർ മന്ദറിൽ സംഭവിക്കുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് നിർത്താനും കേൾക്കാനും മനസ്സിലാക്കിയത് തിരഞ്ഞെടുക്കാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. വിദ്യാഭ്യാസം എപ്പോഴും പ്രതീക്ഷ, അവസരം, മെച്ചപ്പെട്ട ഭാവിയുടെ വാഗ്ദാനങ്ങൾ എന്നിവയെ കുറിച്ചാണ്. യുവാക്കൾ അനിശ്ചിതത്വം നേരിടുന്നത് കാണുന്നത് ഹൃദയഭേദകമാണ്. ചില വിദ്യാർത്ഥികൾക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ലെന്ന് തോന്നുമ്പോൾ മറ്റുള്ളവർ എല്ലാം അവസാനിപ്പിക്കാൻ പോലും തീരുമാനിക്കുന്നു എന്നതാണ് എന്റെ ഹൃദയത്തെ കൂടുതൽ തകർക്കുന്നത്. ആ വേദനയുടെ കടങ്ങളും പേറി തങ്ങളുടെ പ്രതീക്ഷകൾ നിലനിർത്താൻ ശ്രമിക്കുന്ന മാതാപിതാക്കളും എല്ലാ അഭിപ്രായങ്ങൾക്കും അപ്പുറം അനുകമ്പയും ബഹുമാനവും അർഹിക്കുന്ന സ്വപ്നങ്ങളും അഭിലാഷങ്ങളും കുടുംബങ്ങളും പ്രതീക്ഷകളുമുള്ള വ്യക്തികളുണ്ട്. എന്റെ പ്രതീക്ഷ അർത്ഥവത്തായ സംഭാഷണം, സമാധാനപരമായ തീരുമാനങ്ങൾ, ജ്ഞാനവും സഹാനുഭൂതിയും വഴി നയിക്കപ്പെടുന്ന തീരുമാനങ്ങൾ എന്നിവയിലാണ്. വിഭജനത്തിലും അക്രമത്തിലും കെട്ടിപ്പടുക്കപ്പെട്ട ഭാവിയേക്കാൾ ശക്തമായിരിക്കും ധാരണയിൽ കെട്ടിപ്പടുക്കപ്പെട്ട ഭാവി. ദുൽഖർ സൽമാന വലിയ രീതിയിൽ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഹൃദയഭേദകമാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ രംഗത്തെത്തിയത്. ദുൽഖർ സൽമാനോട് ലളിതമായിട്ടുള്ള ചോദ്യം. നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത് PSC നിയമനം ലഭിക്കാഞ്ഞിട്ട് മണ്ണ് വാരി തിന്നുന്നുണ്ട് നിങ്ങളുടെയൊക്കെ സിനിമക്ക് ടിക്കറ്റ് എടുക്കുന്ന മലയാളികളാ. അവർ മുട്ടുകുത്തി നിന്ന് പ്രതിഷേധം നടത്തുന്നുണ്ട്. ഒന്ന് അങ്ങോട്ടേക്ക് കണ്ണു തുറന്ന് കാണാത്തത് എന്തേ? നിങ്ങൾക്കൊന്നും ഉളുപ്പില്ലേ? മലയാളികളെ കാണാതെ എങ്ങോട്ടേക്കാണ് നിങ്ങളൊക്കെ കണ്ണും നട്ട് ഇരിക്കുന്നത്? ലളിതമായ ചോദ്യ. ദുൽഖർ സൽമാൻ മാത്രമാണോ? മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നീറ്റ് എക്സാമിന്റെ ചോദ്യപേപ്പർ ചോർച്ച എന്ന വിഷയം അവസാനിച്ചു കഴിഞ്ഞു. ആ സമരത്തിൽ പങ്കെടുക്കുന്നതിൽ 99% ആളുകളും എക്സാം എഴുതിയവരോ പേപ്പർ ചോർന്നവരോ അല്ല എന്നുള്ളത് വളരെ വലിയ യാഥാർത്ഥ്യമാണ്. നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന സമരത്തിൽ 99% ആ സമരത്തിൽ ആക്രമണങ്ങളുമായിട്ട് രംഗത്തെത്തിയവർ ഈ പറയുന്ന എക്സാം എഴുതിയവരോ റിസൾട്ട് വന്നവരോ അല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യ. അത് വലിയ യാഥാർത്ഥ്യം. അവിടെ സമരം ചെയ്യുന്നത് പല ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ, അത്തരം ആളുകളാണ് ചാടി വീണ് അവിടെ മിക്കവാറും സമരത്തിന് കലാപൊക്കെ ആയിട്ട് അവിടെ രംഗത്തുള്ളത്. അതൊരു വലിയ യാഥാർത്ഥ്യ. നീറ്റ് എക്സാമിന്റെ ചോദ്യപേപ്പർ വിഷയത്തിൽ വീണ്ടും നീറ്റ് എക്സാം നടന്നു. ഈ ജൂലൈ 17 റിസൾട്ട് വന്നു. 11 ലക്ഷത്തിലധികം ആളുകള് നീറ്റ് യോഗ്യത നേടി. അവർ പുതിയ അഡ്മിഷനുമായിട്ട് പോയി കഴിഞ്ഞു, പുതിയ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. ചോർച്ച ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണങ്ങൾ നടന്നു. അതുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്തു. പിന്നീട് എക്സാം നടത്തി. ആ എക്സാമിന്റെ റിസൾട്ട് വന്നു. ആ റിസൾട്ട് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ അടുത്ത അധ്യയന വർഷങ്ങളിലേക്ക് കടക്കുകയാണ്. അവർ അവരുടെ പഠനവുമായിട്ട് മുന്നോട്ട് പോയി തുടങ്ങി. അപ്പൊ ഇവിടെ എന്താ സമരം? കലാപമല്ലാതെ മറ്റെന്ത് കോപ്പ? ദുൽഖർ സൽമാൻ മാത്രമല്ല സമരത്തിന് പിന്തുണ. അങ്ങ് അമേരിക്കയിൽ നിന്നോ ഗുർബത് സിംഗ് പന്നൂർ എന്ന് പറയുന്ന ഭീകരവാദിയും തീവ്രവാദിയും രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് പന്നൂർ വിളിച്ചു പറയുന്നത് എന്നത് വായിച്ചു കേൾപ്പിക്കാം. സമാധാന സമരമാണ് രാജ്യ തലസ്ഥാനത്ത് എന്നൊക്കെ വിളിച്ചു പറയുന്നവർ കൃത്യമായിട്ട് കേൾക്കേണ്ടതാണ് കേട്ടോ. ഇന്ന് സൂം മീറ്റിംഗിൽ ഞാൻ നടത്തിയ പ്രഖ്യാപനങ്ങൾ CJP ഓർക്കണം. ഡൽഹിയുടെ വീഴ്ചയും മോദിയുടെ വീഴ്ചയും അനിവാര്യമാണ്. മോദിയുടെ സർക്കാർ
അട്ടിമറിക്കപ്പെടും. എന്നാൽ ഇതൊരു ശാശ്വത പരിഹാരമല്ല. മീറ്റിംഗിൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ വിഭജനത്തിൽ മാത്രമാണ് ഇതിന് പരിഹാരമുള്ളത്. ഇന്ത്യയുടെ പിരിച്ചുവിടൽ, ഇന്ത്യയുടെ വിഭജനം, ഈ ഹിന്ദുസ്ഥാനെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക എന്നത് മാത്രമാണ് പരിഹാരം. മീറ്റിംഗിൽ ഞാൻ വാഗ്ദാനം ചെയ്തതുപോലെ ഇന്ത്യക്കെതിരെയുള്ള ഈ പോരാട്ടം തുടരുന്നതിനായി 6 for Justice CJPക്ക് $1 million സഹായമായി നൽകും. ഹിന്ദുസ്ഥാന്റെ ഏതു ഭാഗത്ത് നിന്നാണെങ്കിലും ഇവിടെ എത്തിയ യുവാക്കൾ നിങ്ങളുടെ സ്വന്തം സംസ്ഥാനങ്ങളിൽ സ്വാതന്ത്ര്യത്തിന്റെ ഒരു തരംഗം സൃഷ്ടിക്കുക. ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ പതാക ഉയർത്താൻ മോദിയെ അനുവദിക്കില്ല. ഇതിനായി 6 for Justice $1 million വാഗ്ദാനം ചെയ്യുന്നു. ഓഗസ്റ്റ് 15 വരെ നിങ്ങൾ ഈ സമരം തുടരണം. കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള അന്തിമ പരിഹാരം ഇന്ത്യയുടെ വിഭജനമാണ്. തീവ്രവാദിയായിട്ടുള്ള, ഭീകരവാദിയായിട്ടുള്ള പന്നോൻ അമേരിക്കയിൽ നിന്ന് പ്രഖ്യാപനങ്ങൾ നടത്തിയ, പ്രസംഗിച്ചതിന്റെ ഭാഗമാണ് ഞാൻ ഈ വായിച്ചു കേൾപ്പിച്ചത്. $1 million ഡീല് CJPയും തീവ്രവാദിയും തമ്മിലുണ്ട്. ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. എങ്ങനെയാണ് നിരാഹാര സമരം കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് 5 നേരവും ഫുഡ്, 3 നേരമല്ല 5 നേരവും നിരന്തരം ഫുഡ് എത്തിച്ചു കൊണ്ടിരിക്കുന്നത്? അവിടെ നിരാഹാര സമരത്തിന് ഇരുന്നവരെ പോലും അപമാനിക്കുന്നതിന് തുല്യമല്ലേ? കണക്കില്ലാത്തതിലപ്പുറം, കണക്കിൽപ്പെടാത്തതിലും അപ്പുറം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ 1000 മടങ്ങധികം പണം അവിടേക്ക് വാരി വിതറിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ നിന്നും പണം അവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതും റിപ്പോർട്ടുകളുണ്ട്. കാരണം കേരളത്തിൽ നിന്ന് വലിയ രീതിയിൽ അവിടേക്ക് ഫുഡ് ഡെലിവറികൾ നടക്കുന്നു. ഓൺലൈൻ വഴി ഫുഡ് അവിടേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ബുക്കിംഗ് നടക്കുന്നു. കേരളത്തിൽ നിന്ന് പോലും വലിയ ഫണ്ടിങ് ഈ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് CJPക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. അമേരിക്കയിൽ നിന്ന് തീവ്രവാദി, നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകള്, സിനിമാ മേഖലയിൽ നിന്ന്. നസ്ലിനൊക്കെ എന്ത് തേങ്ങ കണ്ടിട്ടാണ് ഈ പണിക്ക് കയറിയത് എന്ന് തീരെ മനസ്സിലാവുന്നില്ല. നസ്ലിനൊക്കെ തന്നെ ഉണ്ട്. ദുൽഖർ സൽമാന്റെ തോളോട് തോള് ചേർന്ന്, ടൊവിനോയുടെ തോളോട് തോള് ചേർന്ന് അവർ മത്സരിച്ച് സിനിമാ മേഖല ഇപ്പോ ഇങ്ങനെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വേണ്ടി തുനിഞ്ഞിറങ്ങിയിട്ട് നാടല്ലേ അവന്മാർക്ക്. നിങ്ങളുടെ സിനിമ കണ്ട് വിജയിപ്പിക്കുന്ന നമ്മളിൽപ്പെട്ട മലയാളം പറയുന്ന യുവാക്കള് നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ സമരവുമായിട്ട് രംഗത്തുണ്ട്. എന്തേ അവിടെ അവർക്ക് വേണ്ടിയിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാത്തത്? ലളിതമായ ചോദ്യം. അവർക്ക് വേണ്ടി എന്തേ ഒരക്ഷരമെന്ന് ആ നാവ് കൊണ്ടെന്ന് പറയാത്തത്? അമേരിക്കയിൽ നിന്നുള്ള തീവ്രവാദി, അതേപോലെ തന്നെ ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ഇന്ത്യ വിരുദ്ധ ആളുകളുടെ പിന്തുണ കൊണ്ട് മുന്നോട്ട് പോകുന്ന കോക്രോച്ച് ജനതാ പാർട്ടി നമ്മുടെ രാജ്യത്ത് കലാപമുണ്ടാക്കാൻ നടത്തുന്ന ആ കലാപത്തിനാണോ നമ്മുടെ കേരളത്തിലെ മലയാള സിനിമാ മേഖലയിൽ നിന്ന് ഒരുപാട് ആളുകൾ പിന്തുണ കൊടുക്കുന്നത്? ഞാനൊരു കാര്യം എടുത്തങ്ങ് പറയാം. ഒരു പച്ച നുണ 100 തവണ പറഞ്ഞുകൊണ്ട് അത് സത്യമാക്കാൻ ശ്രമിക്കുന്ന കാലമൊക്കെ അതിക്രമിച്ചോ, ആ കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളൊരു നുണ, നിങ്ങൾ സകല പ്രമുഖ മാധ്യമങ്ങളും, നിങ്ങൾ സകല സിനിമാ മേഖലയിലെ ആളുകളും അണിനിരന്ന് വിളിച്ചു പറഞ്ഞാലും ബോധമുള്ള ഈ രാജ്യത്തോട് കോറുള്ള ഒരു മലയാളിയും ഈ സിനിമാ മേഖലയിലെ ആളുകൾക്കൊപ്പമോ പ്രമുഖ മാധ്യമങ്ങൾക്കൊപ്പമോ വിവേകമുള്ള ഓരോ മലയാളിയും നിൽക്കില്ല. നിങ്ങൾ ജനാധിപത്യപരമായിട്ട് സമരം ചെയ്തോളൂ. ഈ രാജ്യത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് കൃത്യമായ വിയോജിപ്പും യോജിപ്പുകളും ഒക്കെ തന്നെയാ. ഒരു തർക്കമില്ലാത്ത വിഷയം. ഏത് രീതിയിലും സമരങ്ങൾ ചെയ്യാം, അത് സമാധാനപരമാവണം. അല്ലാതെ പന്നൂൻ എന്ന നമ്മുടെ രാജ്യം ഭീകരവാദിയായിട്ട് പ്രഖ്യാപിച്ച പന്നൂനെ പോലെയുള്ള തീവ്രവാദികൾ പിന്തുണയ്ക്കുന്ന, പന്നൂനെ പോലെയുള്ള ആളുകൾ ഫണ്ട് ചെയ്യുന്ന കലാപത്തിന് സിനിമാ മേഖലയിലെ ആളുകൾ ഇപ്പോൾ തുനിഞ്ഞിറങ്ങി പിന്തുണ കൊടുക്കുന്നത്. സകല മലയാളികളും ഇത് കൗരവത്തിൽ തിരിച്ചറിയണം. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ആര് പിന്തുണക്കുന്നു? അവർ കലാപത്തെയാണ് പിന്തുണക്കുന്നത്, സമരത്തെയല്ല. നീറ്റ് വിഷയം അവസാനിച്ച വിഷയം. നീറ്റ് ചോദ്യപേപ്പർ വിഷയം എന്ന് പറയുന്നത് അത് അവസാനിച്ചു. അത് വീണ്ടും എക്സാം നടത്തി അതിന്റെ റിസൾട്ട് വന്ന് 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഇനി ആ വിഷയത്തിൽ എന്ത് സമരം? എന്താണ് ലക്ഷ്യം? പാർലമെന്റിലേക്ക് ആക്രമിക്കലോ, നമ്മുടെ പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർക്കലോ, നമ്മുടെ പൊതുസ്വത്ത് അടിച്ചു തകർക്കലോ, പൊതുമുതൽ അടിച്ചു തകർക്കലോ?
ലളിതമായ ചോദ്യം. നമ്മുടെ സിനിമാ മേഖലയിലെ ആളുകൾ, നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ, ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ തിളക്കം മറഞ്ഞ് തിളക്കമില്ലാതെയായിട്ട് ചാടി വീണ കുറെ ആളുകൾ, അതിൽ പലരും പെടും. അവരൊക്കെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്നത് കാണുമ്പോൾ സഹതാപം മാത്രമാണ് വിവേകമുള്ള ഓരോ മലയാളിയും ഉയർത്തിപ്പിടിക്കുന്നത്.